സംഭവം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ചെടിയാണെങ്കിലും പക്ഷേ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടായിരിക്കും. വിഷ്ണുചേട്ടൻ നമുക്ക് കഷ്ടപ്പെട്ട് ഒരെണ്ണം പറിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വൈകിട്ടത്തെ ചെടി നടലാണ്. അപ്പം മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ നമുക്ക് മാറ്റി നടാനുണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛനും മോനും കൂടെ മണ്ണൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി ആ ഒരു ചെടിച്ചട്ടിയിൽ ഊട്ടിയിട്ടിട്ട് നമുക്ക് ചെടിയൊക്കെ വൃത്തിയായിട്ട് നടുക. അപ്പം നമ്മുടെ വീട്ടിൽ പൂച്ചെടികളെക്കാളും കൂടുതലും ഉള്ളത് ഇലച്ചെടികളാണ്. അപ്പോൾ ഇലച്ചെടികളെ ഇതേപോലെ നമ്മൾ ഒത്തിരി ഇത്ത് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നടാറുണ്ട്. ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് അപ്പുറത്ത് അമ്മച്ചിയമ്മയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഒരു ഇത്തും കൂടി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത ആ ഒരു ചെടി ഉണ്ടല്ലോ, അത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ അതിൻ്റെ ഇത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി അടിപൊളിയായിട്ട് നിരന്നിങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇലച്ചെടിയുടെ കാര്യം. അപ്പോൾ ഇലച്ചെടികൾ ഇതേപോലെ ഇത്ത് വരുമ്പോഴത്തേക്കിനും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നട്ട് കഴിഞ്ഞാൽ പിന്നീട് അതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നട്ട് വന്നപ്പോഴത്തേക്കിനും സമയം കുറച്ച് നന്നായിട്ട് ഇരുട്ടി. പിന്നെ ബാക്കി പരിപാടി പിറ്റേ ദിവസമാണ് തുടങ്ങിയത്. പക്ഷേ ചെടികളൊക്കെ രാവിലെ നന്നായിട്ട് വാടി നിൽപ്പുണ്ട്. ഇനി 2 ദിവസം ആവണം അതൊന്ന് സെറ്റായി വരാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടികൾ.